ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാലേ ചമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശിൽ പ്രശസ്തരുമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാവിൽ പറയണത് തന്നെ സംഭവിക്കും. നിന്റെ നാവിൽ ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം ഞാൻ നൽകിയിരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞേക്കണേ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിന് നേരം വിളിക്കുമ്പോൾ എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ കൊച്ചുങ്ങൾക്ക് ഭാഗ്യമില്ല, എൻ്റെ കയ്യിൽ കാശില്ല, ഇങ്ങനെയൊക്കെ. കാശും ദൂരം ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ കേട്ടോ. കാശില്ലെന്ന് പറയണ മനുഷ്യർക്ക് പിന്നെ കാശുണ്ടാവില്ലെന്ന് അവരുടെ കയ്യിൽ ഒത്തിരി സാമ്പത്തിക സ്വത്തുണ്ട്. പക്ഷെ ഇങ്ങനെ പല്ലവി കാശില്ല അത് കേട്ടെ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ കോടീശ്വരി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കോടീശ്വരി എന്നിട്ട് കൂടെ പറയണേ. അങ്ങനെ തന്നെ സംഭവിക്കുക. നാവി പറയണ തന്നെ സംഭവിക്കുകയും. 1 യോഹന്നാൻ 3:1 കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതാട്ടോ യേശുക്രിസ്തു വന്നത് എന്തിനാണ്? അതെല്ലാവരുടെ ഒരു ചോദ്യമാണ് ഭൂമിയിൽ. യേശുക്രിസ്തു വന്നത് എന്തിനാ? അപ്പാ പിതാവേന്ന് ദൈവത്തിനെ വിളിക്കാൻ, നമുക്ക് ആ മക്കളെന്ന സ്ഥാനം നേടിത്തരാൻ. മക്കളായിരുന്നു, ദൈവമക്കളായിരുന്നു. ദൈവത്തിൻ്റെ മകൻ ആദാം എല്ലാം വഴിതെറ്റിപ്പോയി പാപം ചെയ്ത് തിരിച്ചാ സ്വർഗത്തേട്ടുള്ള പ്രവേശനത്തിന് അകന്നുപോയ ദൈവത്തിനെയും മനുഷ്യരെയും ഒരുപോലെ ആക്കാൻ, ഒരേ ആത്മാവിനാലാക്കാൻ. അപ്പോൾ അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ദൈവമക്കൾ ആണെങ്കിൽ അവകാശികളുമാണ്. ലോകത്തിൻ്റെയും ദൈവം ഉണ്ടാക്കി എല്ലാത്തിൻ്റെയും അപ്പൻ്റെ സ്വത്തിന് മക്കൾ അവകാശിയല്ലേ. അവൻ എനിക്കിതായോ, എനിക്കൊരു വീട് ആയോ, അങ്ങനെ തായോ എന്നൊന്നും പറയരുതെന്നപ്പോഴും പറയില്ലേ. എൻ്റെ ദൈവമേ, എനിക്കിങ്ങനെ ഒരു വീട്, എൻ്റെ യേശപ്പ സ്വർഗീയ അപ്പ, എനിക്ക് ആ വീട് വേണം കേട്ടോ, അല്ലെ എനിക്ക് ഇന്നത് വേണം കേട്ടോ. നമ്മൾ അപ്പനോട് എങ്ങനെ പറയണം? അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ പിതാവാണ്. ഈ ഭൗതികാര്യം തന്നെയല്ല, എല്ലാം ആത്മീയമായിട്ട് നമുക്ക് അത്രയും വളരണം. നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നിറവുള്ളവരാകട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെയാണ്. അപ്പോൾ ഈ സാരിയുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ല ചെക്ക് ഓർഗൻസയിൽ 2199 രൂപയുള്ളൂ. ആപ്ലിക് വർക്കിൻ്റെ അങ്ങനെ നെള്ളു അടിക്കില്ല. നല്ല സ്റ്റാൻഡേർഡ് സാരി. ഈ ആപ്ലിക് വർക്ക് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഫ്ലീസിൻ്റെ ഇങ്ങോട്ട് ഇത് ബ്ലൗസ് പീസ് തന്നെ കേട്ടോ. ബ്ലൗസ് ഇതാ വന്നെ. ഇവിടം വരെ ഉണ്ട് ആപ്ലിക് വർക്ക്. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇത് അമേരിക്കയ്ക്ക് പറക്കാനുള്ള ആട്ടോ. 10-20 എണ്ണമുണ്ട്. ഇത് ഓർഡറാണ്. ഒരു മാസം മുമ്പ്. എൻ്റെ ദൈവമേ, ഈ സാരി വരാനിച്ച താമസിച്ചു. ഈ അർജൻറ്റുള്ള സാരിയുടെ വണ്ടി ഏതാണ്ട് പിടിച്ചിട്ടുള്ളൂ. ഇത് 20 എണ്ണം പറക്കാനുള്ളതാണ്. അപ്പോൾ ആ കൂടെ നമ്മൾ ഇതിൻ്റെ റീസ്റ്റോക്കും വരുത്തിയതാണ്. 2190. ഈ വിലയ്ക്കൊരു ഫങ്ഷൻ വെയറിൻ്റെ ഡ്രസ്സിന് സൂപ്പറാണ്. ഇത് നല്ല അപ്ഡേഷൻ. 2100 എന്നൊക്കെ പറയുമ്പോൾ വലിയ വിലയില്ലല്ലോ. ആ വിലയ്ക്ക് ഈ സാരി സൂപ്പറാണ്. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. നിങ്ങൾക്കിങ്ങനെ 1 മാസത്തെ ഗ്യാപ്പൊക്കെ കിട്ടിയാൽ ഇതൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ 30 എണ്ണം 50 എണ്ണം ഒക്കെ നിങ്ങൾ 1 മാസത്തെയൊക്കെ ഗ്യാപ്പിൽ കിട്ടും. നേരത്തെ പറഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കണേ. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് പ്രിൻ്റിൻ്റെ ചുരിദാറാന്ന് ഓർത്തില്ലേ. ആദ്യമായിട്ട് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ ഈ സാരി ഇറങ്ങിയേക്കണം. നോക്ക് നിങ്ങൾക്ക്. ഇതിൻ്റെയൊക്കെ കളേഴ്സ് കാണുമ്പോൾ നിങ്ങൾ തന്നെ വട്ടുപിടിക്കും കേട്ടോ. എൻ്റെ അമ്മ എനിക്കിത് കണ്ടിട്ട് ഇന്നലെ അങ്ങ് ക്രേസായിരുന്നേ. നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ സാരിയാണ്. സിൽക്ക് മെറ്റീരിയലിലാണ്. ഇവിടെ ഒരു സെറി വർക്കും ഉണ്ട്. അടിപൊളി. ഇതൊരു റെഡ് കൂടി ഓറഞ്ച് അല്ലേ. ഇതിൻ്റെ 1799 വിലയുള്ളൂ. അടിപൊളി കളേഴ്സൊക്കെ ആട്ടോ. ആദ്യമായിട്ടാട്ടോ നമ്മൾ ഈ സാരി കാണിക്കണേ. 1799. ശരിക്കും നമ്മുടെ ആ സിൽക്ക് സാരി ഇല്ലേ, പ്രിന്റ് സിൽക്കൊക്കെ ഇരിക്കണ പോലെ. ഇതൊക്കെ കണ്ടിട്ട് ഈ 5000-ന്റെ പ്രിന്റ് സിൽക്കൊക്കെ എടുക്കുമ്പോൾ കാട്ടിക്കും. 1799 ശരിക്കും പ്രിന്റ് സിൽക്ക് പോലെ. നെള്ളും അടിക്കില്ല. ബ്ലോക്ക് പ്രിന്റാണ് സാരി. അപ്പടിയും ഇത് പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്നൊക്കെ എടുത്തോന്ന് നോക്കി. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എപ്പോൾ റീസ്റ്റോക്കൊക്കെ ചോദിച്ചാൽ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് ഭയങ്കര ഡിമാൻഡുള്ള. ഇതിൻ്റെ ചുരിദാർ കൊണ്ടുവന്നാലും
ബ്ലോക്ക് പ്രിന്റിന്റെ ചുരിദാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡ് വരും. ഇതിലൊക്കെ അപ്പടി അജ്രക് പ്രിന്റും ഇത് രസമാണെന്ന് നോക്കിയേ. കളർ ഡിസൈനുകൾ വ്യത്യാസം, സെയിം ഡിസൈൻ കാണുന്നില്ല. ഇനി ചെറിയ ഡിസൈൻ ഒരെണ്ണം ഇവിടത്ത് കാണിക്കണേ. അല്ല ഇത് വലുതാ. അതിൽ അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ സൂപ്പറാണ്. ഇതതിൻ്റെ വേറെ കളർ. എന്ത് രസമല്ലേ. എല്ലാം നല്ലതാട്ടോ. 2 എണ്ണമൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്നവരങ്ങനെ എടുത്തോ. ഓണത്തിന് പ്രസന്റ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല അപ്ഡേഷനും ആയിരിക്കും. ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്ത് രസം. ഇങ്ങനെ പിടിച്ചങ്ങ് പോയാൽ ഭയങ്കര രസമല്ലേ. അടിപൊളി സാരി. യേശുവിൻ്റെ കൃപ ഇതൊക്കെ കിട്ടിയത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയത് കിട്ടണമെന്ന് ഓർത്ത് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവകൃപയാൽ അതൊരു വലിയ കൃപയാട്ടോ. എന്തെങ്കിലും പുതിയത് തരണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവം ഓരോന്നും നമുക്ക് പുതിയത് മുന്നേറ്റ് കാണിച്ചു തന്നത്. എല്ലാവരും ചോദിക്കും ഓണത്തിൻ്റെ കെട്ടുവന്ന് തോന്നുക. ഓണത്തിൻ്റെ എന്നും കെട്ടുപൊട്ടിയില്ല. സ്പെഷ്യൽ ഓണത്തിനും ഇവിടെ ഒന്നുമില്ല, ഓണത്തിനും ക്രിസ്മസിനും ഇല്ല. എന്നും ഇവിടെ കെട്ടുവരും. കാരണം ഈ ഓൺലൈനിലല്ലേ നമ്മൾ കാണുമ്പോൾ അയച്ചോ എന്ന് പറയും. കെട്ടെല്ലാ ദിവസവും വരും. എന്നും വീഡിയോ എടുത്താലോ. അത് കാരണം കാശ് മറക്കൽ നല്ല പാടാണ് കേട്ടോ. എന്ത് രസമല്ലേ ഇതിൻ്റെ കളേഴ്സൊക്കെ. എൻ്റെ വർത്താനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. ഡ്രസ്സ് എടുത്തോട്ടെ. ഇനിയുണ്ടോ കളേഴ്സ്? നിങ്ങൾക്ക് ആ കൺഫ്യൂഷനായോ? അതാ ഞാൻ പറഞ്ഞ 2-3 വെച്ചെടുത്തോളാം. സാരി ക്രൈസ് ഉള്ളവർ ഞാൻ പറഞ്ഞു എയിൽ കയറ്റുമ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സാരി ഇടാൻ പറഞ്ഞപ്പോൾ അവർ പറയാ എനിക്ക് ഭയങ്കര തടിയാണ്. ഉപയോഗിച്ച് തടി കുറച്ച് സ്ലിമ്മായിട്ട് ഞാൻ നിൽക്കണത്. ഇല്ല സാരി ഇട്ടാനോടൊപ്പം അടുത്ത ദിവസം അങ്ങനെ സാരി ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കും. അടിപൊളി ഓർഗൻസയിൽ ഇത് കണ്ടോന്നേ. നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാം, അല്ലാണ്ട് ഉപയോഗിക്കാം. എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്ത് രസം. ഇവിടെ ഒയ്യേ ഇതിൻ്റെ അറ്റത്ത് ഇവിടെ ലൈലാക്കി. ബ്ലൗസ് പീസ് ഏതാ? ബ്ലൗസ് പീസ് ഇങ്ങനെ ഈ ഡിസൈൻ ഇങ്ങനെ വന്ന് അതെന്തോ ഒരു മണ്ണുണ്ട്. അകത്തൊക്കെ ഉണ്ട്, എല്ലായിടും ഉണ്ട്. എന്ത് ഭംഗിയാ നോക്കി. ഇത് ഈ മൽച്ചന്തേരി ആട്ടോ, ഓർഗൻസി അല്ല കേട്ടോ, സോറി. മൽച്ചന്തേരിയിൽ ഇങ്ങനെ ചെയ്തേക്കണേ കേട്ടോ. എൻ്റെ അമ്മ എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഇതൊക്കെ ആദ്യമായിട്ടോ അതേ മെറ്റീരിയൽ നോക്കാം. മൽച്ചന്തേരിയ ഭയങ്കര സോഫ്റ്റ് അല്ല, എന്നാൽ ഹാർഡും അല്ല. ഞാൻ പെട്ടെന്ന് ആദ്യം ഓർഗൻസാന്ന് ഓർത്തെന്ന് പറഞ്ഞില്ലേ. 2199 രൂപയുള്ളൂ കേട്ടോ. ഇത് നോക്കാം എന്ത് ഭംഗിയാന്നൊരു ഫംഗ്ഷനൊക്കെ ഒരു പേളിന്റെ ചോക്കറൂടെ ഇട്ടാൽ മതി. ഓണത്തിനും ഫംഗ്ഷനും ഒക്കെ ഉപയോഗിക്കാം. 2100 ഉള്ളേ. എല്ലാ കളർ കാണിച്ചോ. അടിപൊളി കളേഴ്സ്. ഇതിന്റെ ഈ അറ്റത്തിനൊക്കെ പ്രത്യേകത ഇവിടെ കളർ ചേഞ്ച്. അകമൊക്കെ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നിക്കും. എല്ലായോ? ഇനി ആ പീച്ചൂടെ ഉണ്ടല്ലേ. അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ വെറൈറ്റി സാധനം, സൂപ്പർ ഹിറ്റ് ആണ്. പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും. ഇത്രയും നല്ല സാരി നിസ്സാര വിലക്കേ. ഇപ്പൊ ഫംഗ്ഷൻ വെയറിന് ഏറ്റവും അപ്ഡേഷനാന്ന് ഓർക്കണം. നല്ലൊരു സാരി സോഫ്റ്റ് സിൽക്കില് ഗോൾഡൻ സ്ട്രൈപ്സ് ഇങ്ങനെ. അയ്യോ എന്ത് ഭംഗിയല്ലേ. ബ്ലൗസ് പീസും ഇങ്ങനെ 1399. ഞാനിതിപ്പോൾ ഇവിടത്തേക്ക് പറയാം റീസ്റ്റോക്ക് ഇപ്പോഴേ ചോദിച്ചു നോക്കാൻ മറന്നുപോയി. ബാങ്കിൽ വീഡിയോ ഇടാൻ എല്ലാം കൂടെ ഒറ്റ ദിവസം ഇടാൻ പറ്റുമല്ലോ.
ചെല്ല് സാരി 1399. നല്ല രസം. ഇത് നോക്ക്, ഇത് സ്റ്റഫ് നോക്ക്, ഇങ്ങനെ പൊതുന്നുള്ള സ്റ്റഫ്. എന്ത് രസം നോക്കിക്കേ. 1399. എന്തൊരു ഗ്രാൻഡാ. ഈശപ്പാ സ്തോത്രം. 1399 ആട്ടോ ഉള്ളൂ. ആ വിലക്ക് ഭയങ്കര രസം. ഇതിന്റെ കളേഴ്സ് തീർന്നോ? അപ്പൊ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോളിലേക്ക്. എനിക്കിതിൻ്റെ ഒറിജിനൽ റോസ് സിൽക്ക് ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ മഞ്ഞയിൽ മജന്ത പോലത്തെ ശരിക്കും ഒറിജിനൽ. പിന്നെ ബെയ്ജ് കളറിലും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അതിൽ പച്ചയൊക്കെ, അത് അമ്മച്ചിക്ക് എൻ്റെ അമ്മച്ചിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി മേടിച്ചെടുത്തു. അയ്യോ അതൊക്കെ കൊടുത്താൽ ഭയങ്കര രസമായിരുന്നു. എനിക്ക് കൊടുക്കാൻ, എനിക്ക് ഇഷ്ടമുള്ള സാരി ഒന്നും എനിക്ക് ആർക്കും കൊടുക്കാൻ ഇഷ്ടമല്ല. വേറെ മേടിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ അമ്മച്ചി പറയണതാ നിന്റെ പഴയത് മതിയെന്ന്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു സാരി ഇങ്ങനെ ഭയങ്കര നോക്കിയും കണ്ടു കൊടുക്കുള്ളൂ. ഇത് കണ്ടോ, ഇത് ഈ ഒറിജിനൽ അല്ല കേട്ടോ, അതിന്റെ ഫസ്റ്റ് കോപ്പിയാണ്. ഫസ്റ്റും ആയിരിക്കില്ല. ഇത് എന്നെ വില 1199. 5000-7000 രൂപയുടെ സാരിയുടെ ഇതാട്ടോ ബ്ലൗസ് പീസ്. ഭയങ്കര സോഫ്റ്റ്, പേപ്പർ പോലെ, ഒട്ടും കനയില്ല. എന്നാൽ നെഴു അടിക്കില്ല കേട്ടോ. നെഴു അടിക്കില്ല. എന്ത് രസമായി മെറ്റീരിയൽ നോക്കിയേ. നല്ല കോമ്പിനേഷനില ട്രഡീഷണൽ സാരി. ആ കാഞ്ചീപുരത്തിൻ്റെതേ നല്ലതല്ലേ. ബ്ലൗസ് പീസ് വരുന്നത് ഈ പച്ചയിൽ തന്നെ ഇങ്ങനെ എംബ്രോയിഡറി. എന്ത് ചെയ്ത് നല്ല കളർ ചാർട്ട് കേട്ടോ. നമുക്ക് ഓണത്തിനൊക്കെ കൊടുക്കണമെങ്കിൽ നേരത്തെ സാരി എടുത്ത് വെച്ചോട്ടോ. എല്ലാവരും ചോദിക്കും ഓണമാകുമ്പോൾ പുതിയ കെട്ടുവരില്ലേന്ന്. ഓണത്തിനൊക്കെ ഞാൻ എപ്പോഴും പറയണില്ല, ഏറ്റവും ആദ്യം നല്ലത് തന്നെ. എല്ലാവരും പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടേ നേരത്തെ കാലത്തെ സാരികൾ വരും. പിന്നെ ആരും ഓണത്തിൻ്റെ പർച്ചേസിങ്ങിന് പോകില്ല. പിന്നെ ഉള്ളതും കൊണ്ട് അവർ വിറ്റ് തീർക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തോ, ഓണത്തിന് എപ്പോഴും ഒരു വലിയ തിരക്ക് വന്നതിന് മുമ്പ് നല്ലത് നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ ഡോട്ടുള്ള ബ്ലൗസ് പീസ് ഇത്. എൻ്റെ അമ്മ ഇതിനൊക്കെ എന്തോരം കളേഴ്സാ. അടിപൊളിയല്ലേ ഇന്നത്തെ സാരിയുടെ വീഡിയോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നണ പോലെ ആയില്ല സാരിയുടെ വീഡിയോ. എന്ത് രസം. 1199 അല്ലേ ഇത്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോലെ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിച്ചോ. അടിപൊളി ഒരു എംബ്രോയിഡറി. നിങ്ങൾ ഈ സാരിയുടെ വില ഒന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത് ഫുള്ള് ഈ വർക്കുണ്ട്, അകത്തും ഈ വർക്കുണ്ട്. എംബ്രോയിഡറി ഒരു പേളിൻ്റെ മാലയുടെ ഇട്ട് ഏത് ഫംഗ്ഷന് പോകുമ്പോഴും ഇടാവേ. ഉള്ളിലെ ഫ്ലീസിൻ്റെ അവിടെ മാത്രമേ ഇല്ലാത്തുള്ളൂ. സാരി മൊത്തം ഇങ്ങനെ വർക്കാട്ടോ, മൊത്തം ഇങ്ങനെ വർക്ക് വരും. ഇവിടെ വരെ വർക്കുണ്ട്. പിന്നെ ഉള്ളിയിട്ട് ഇങ്ങനെ ഈ എംബ്രോയിഡറി ആണ്. റേറ്റ് എത്രയാ? 990 രൂപയേ ഉള്ളൂ. ഇത് കളേഴ്സും അത് എന്നാ സോഫ്റ്റ് മെറ്റീരിയലാണ്. ആകെ ഇത്രയും വിലയുള്ളൂ എന്ന് ഓർക്കണം. ഇത്രയും സാരി മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി. അടിപൊളി സാരി മൊത്തം ഇങ്ങനെ ഇട്ടിട്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ. നല്ല കളേഴ്സ്, നല്ല കളേഴ്സ്. ഇപ്പോൾ എന്തോരം കളറാണെന്നറിയാവോ. ഇതൊക്കെ ഈ കെട്ട് പൊട്ടിക്കണേന് മുമ്പ് ഗോഡൗണിൽ നിന്ന് എടുക്കണ സാധനങ്ങളാട്ടോ. ഇതിൻ്റെ വില ഇത്രയേ ഉള്ളേ, 990 അല്ലേ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും ഇതിൻ്റെ എന്തോരം ഉണ്ടെന്ന് കളേഴ്സ് കാണുമ്പോൾ. എന്നാ സോഫ്റ്റാ, ചൂടെടുക്കുമെന്നൊന്നും പേടിക്കേണ്ട. അതേ നല്ല കൂളിങ്ങും നല്ല സുഖമുള്ള സ്റ്റഫും.
എൻ്റെ ബ്ലൗസ് വന്നത് പ്ലെയിൻ ആട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആട്ടോ തന്നെ. ബട്ടർ സിൽക്ക്. അയ്യോ എല്ലാത്തിൻ്റെയും ഇത് പേരെന്ന് പറയാൻ നിങ്ങൾ നോക്കട്ടെ. ബട്ടർ സിൽക്ക് ആട്ടോ. അതിൽ തുണിയിൽ നോക്കുന്ന പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ബട്ടർ സിൽക്കില് എംബ്രോയിഡറി. ശരിക്കും ബട്ടർ പോലെ സോഫ്റ്റ് ആട്ടോ. പേരിന് ചേരണ സിൽക്ക, ബട്ടർ സിൽക്ക്. ഇനിയുണ്ടോ? എൻ്റെ പൊന്നെ, എത്ര 10 കളറോ 12 കളറോ ഏതാണ്ട. പെട്ടെന്ന് എടുത്തു. ഇതൊക്കെ ഓണത്തിന്റെ കെട്ടാട്ടോ. ഓണത്തിന്റെ കെട്ടെന്നാ പൊട്ടിക്കണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഓണത്തിന്റെ കെട്ടാണിത്, ഓണസാരികളാണ്. അപ്പൊ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് വലിയ ഓൺലൈൻ നമ്പറിലോ വാട്സപ്പോ വിളിക്കുക. വേറെ എന്നാ വിശേഷം? വേറെ സ്വർണ്ണക്കട സ്കീം പറഞ്ഞാൽ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, ഒന്ന് ഫോളോ ചെയ്യണം. ഇന്ന് വന്ന കൊച്ച് എല്ലാം പണ്ട് ഇവിടെ പെയിന്റിങ്ങും ഹാൻഡ് വർക്കും തയ്യലൊക്കെ പഠിപ്പിക്കേണ്ടായിരുന്നു. ഞാൻ കേട്ടോ, എനിക്ക് തയ്ക്കാനറിയാൻ പാടില്ല, കട്ട് ചെയ്യാനറിയാം. പക്ഷെ ഞാൻ കട്ടിങ് അതൊരു മഹാ അതിശയാണ് കേട്ടോ. ഞാൻ എന്തേ നസ്രയത്ത് വരെ പഠിക്കാൻ പോയി. അവിടെ പോയിട്ട് പെയിന്റിങ്ങിലേക്ക് കയറി. എൻ്റെ വിചാരം ഞാൻ രാജാരവിവർമ്മയാണ്. ആ ബ്രഷൊക്കെ ഇങ്ങനെ പിടിച്ചപ്പോൾ അപ്പം അങ്ങനെ ഓയിൽ പെയിൻറ്റിങ് വരെ പെയിൻറ്റിങ് പഠിച്ചു. ഫേബ്രിക് പെയിൻറ്റിങ് ഒക്കെ മൊറ്റ ആദ്യമായിട്ട് ചെയ്യിപ്പിച്ചത് നമ്മുടെ അടുത്തായിരുന്നു. ഹോം സയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തയ്യൽ പഠിക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, എനിക്ക് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഈ തുണി ഇങ്ങനെ കഷ്ണിച്ചിട്ട് എങ്ങനെ ഇത് ഒന്നിച്ച് വരും. എനിക്ക് എന്ത് ചെയ്തിട്ട് ട്യൂബ് ലൈറ്റ് കത്തണില്ല. കൈ ഇങ്ങനെ വെട്ടണം. ഇപ്പം എനിക്കറിയാം, വെട്ടാനറിയാം. വെട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എപ്പോഴും എനിക്ക് ഒരു ഡ്രസ്സ് പോലും ഞാൻ 2-3 വർഷം ഇങ്ങനെ നടന്നിട്ടൊക്കെയാണ്. പക്ഷെ കൂട്ടിയടിച്ചിട്ട് ഞാൻ രൂപീകരിച്ചിട്ടില്ല. അതിനുള്ള യോഗ എനിക്കില്ല, മടിയാണെന്ന് എനിക്ക് തോന്നണം. അതൊക്കെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരുടെ അമ്മയൊക്കെ തന്നെത്താൻ ചുമ്മാ കൈകൊണ്ട് വെട്ടി കൈകൊണ്ട് തുന്നി ബ്ലൗസ് തയ്ക്കണ അത്ര വലിയ കലാകാരികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ടാലൻ്റൊക്കെ അല്ലേ അവർക്കൊക്കെ, പഠിക്കാണ്ട് തന്നെ. പണ്ടത്തെ മനുഷ്യർക്ക് എന്നാ കഴിവല്ലേ. അങ്ങനെ ഒരു കഴിവും പറയാനില്ലാത്ത ഞാൻ എൻ്റെ യേശപ്പ ഇങ്ങനെ നിൽക്കണത്. പാവ യേശപ്പൻ എൻ്റെ പുറകെ നടന്ന് സഹായിച്ച് എപ്പോഴും സഹായിച്ച് ബലപ്പെടുത്തി ദൈവകൃപയുള്ള നിങ്ങളെയും കൂടെ എന്നെ പോറ്റി പുലർത്തണ കാരണം കേട്ടോ. ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെ കൊണ്ട് എന്നെ പോറ്റി പുലർത്തണ കാരണമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. എന്തോരം കഴിവുള്ള മനുഷ്യരൊക്കെ. വാചകടി ഭയങ്കര കഴിവാണേ, തിന്നാനും. പിന്നെ സ്വർണ്ണക്കട സ്കീം കൂടെ ആരും മറക്കരുത് കേട്ടോ. നമുക്ക് സ്ത്രീകൾക്കടെ സ്വത്താണ്. പിള്ളേർക്ക് എന്തിനാ ഈ കാശ്? സ്വർണ്ണത്തിന് എന്നാ വില കൂട്ടേന്നേ. ഇന്ത്യയിലാണ് ആൾക്കാരുടെ കയ്യിൽ ഏറ്റവും അധികം സ്വർണം. വേറെ ഒരു രാജ്യക്കാർ ഇങ്ങനെ സ്വർണം യൂസ് ചെയ്യണില്ല. അവരുടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏറ്റവും അധികം സ്വർണം. നമുക്കടെ ഗവൺമെൻറ് കയ്യിൽ അത്രയില്ല, പക്ഷെ നമ്മുടെ ജനത്തിൻ്റെ കയ്യിൽ അത് ഇറക്കാൻ ഒത്തിരി ഒത്തിരി ഇറങ്ങിയെന്ന്. ഒത്തിരി വില താഴ്ത്തേട്ട് പോകും. ഞങ്ങളും കേട്ടു കേട്ടോ, ഒത്തിരി താഴ്ത്തേട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ്. അപ്പം എല്ലാവരും കയ്യിൽ നിന്ന് ആഭരണങ്ങളൊക്കെ വിറ്റ് കാശ് മേടിച്ചു. ഡോളർ വില അങ്ങ് കയറി. ഇനിയിപ്പോൾ സ്വർണ്ണം ഒന്നും വില താഴെ പോകുമെന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ സ്വർണം കുറേ മേടിക്കണ്ട. അപ്പം അങ്ങ് ഇറങ്ങി. ഇതേ പിന്നെയും വില കയറുന്നു. ഇനിയിപ്പോൾ വില ഇവിടെ എങ്ങും നിൽക്കൂല. ഈ അമേരിക്കയിൽ പലിശ നിരക്ക് ഏതാണ്ട് കുറയ്ക്കുകയൊക്കെ ആണെങ്കിൽ കുതിച്ച് കയറും. സ്വർണ്ണമൊക്കെ ലിക്വിഡ് അസറ്റാണ്. പെട്ടെന്ന് 10 മിനിറ്റും കൊണ്ട് കാശ് കിട്ടും. അപ്പോൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമായാലും മറക്കരുത്. ആഭരണം നമുക്ക് ഇൻകം ടാക്സ് ഒന്നും വരില്ല. നമുക്ക് 1/2 കിലോയോ 1 കിലോ ഒക്കെ ഒരു വീട്ടിൽ ആഭരണം യൂസ് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ സ്കീമിൽ കൂടെ മിനിമം 1000 വെച്ചേക്കണത്. ചില മാസം പൈസ ഇല്ലെങ്കിൽ 1000 ഇട്ടാൽ മതി. പൈസ ഉള്ളപ്പോൾ 1 ലക്ഷം വേണേലും ഇടാം. എത്ര വേണേലും പല എമൗണ്ട് ഒരു മാസം ഇടാം. 11 മാസം ഉറങ്ങുന്നുള്ളൂ. ഒത്തിരി ബെനിഫിറ്റിലാണ് നിങ്ങൾക്ക് ചെയ്തു തന്നേക്കണേ. അപ്പോൾ ഒത്തിരി ഫാഷനും ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൽ കൂടാൻ മറക്കരുത്. നമ്മുടെ എല്ലാ പേജും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. യേശുമ്പരാൻ നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.